അബൂജഹലിനോട് ഇത് പറഞ്ഞപ്പോൾ അബൂജഹൽ എന്താ പറഞ്ഞത്? നീ ഒരു കാര്യം ചെയ്യണം, പറഞ്ഞ തീരുമാനം മാറ്റണം എന്ന് മാത്രമല്ല, മുഹമ്മദിന്റെ മുഖത്തെ കാർക്കിച്ച് തുപ്പണം, എന്നിട്ട് അടിച്ചിട്ട് വരണം, അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഉണ്ടാവില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സൂറത്ത് അൽ ഫുർഖാനിലെ ഞാൻ ഓതി വെച്ച ആയത്തിന്റെ കഷ്ണം ഇത് യൗമ യഅല്ലുൽ ലാലിമു, അക്രമി വിരൽ കടിക്കും പരലോകത്തുനിന്ന്. ആര്? ഈ ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്തിനെ പോലുള്ള ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഇല്ലേ? നല്ല മുജാഹിദായി, നല്ല തൗഹീദുള്ള ഈമാനുള്ള പള്ളിക്ക് വേണ്ടി പണിയെടുത്തിരുന്ന നല്ല മനുഷ്യന്മാര് അല്ലേ? ഇപ്പോ എന്താണ്ട പെരുന്നാൾക്കാരൻ അവിടെ വരാഞ്ഞ്? നമ്മളില്ലേ അവിടെ? എന്താ കാരണം? നമ്മൾ ജിന്ന. എന്തൊരു അഭിമാനത്തോട്ടാ പറയുന്ന അറിയോ? ഇന്ന് വരെ ഇവരാരെങ്കിലും ജിന്നോട് തോർന്നോ? ഇവരാരെയും മരുഭൂമി കുടുങ്ങിയോ? ഒരാൾ ചോദിക്കണ്ടേ? ഒരു സുഹൃത്ത് ചിലത് പറയുന്നത് അറിയോ? ഞാൻ ചില ആൾക്കാർ പറഞ്ഞു, ഞാൻ കേന്നമ്മ, എൻ്റെ മോന് ജിന്ന, നമ്മളെ പിയാപ്പിള മടവൂരിയ, പിന്നെ ചെറിയ അയ്യാപ്പിള തെബിലിയ, പോരെ ഒരു ജമാഅത്തിലുള്ള എല്ലായില്ലേ? അങ്ങനെയുള്ളപ്പോൾ കുറേ ആൾക്കാർ നമ്മളിതൊക്കെ പിരിഞ്ഞു പോയത്. ഓലെ ശരിയാവില്ല. ഇഞ്ചിങ്ങോട്ട് പോര് അങ്ങനെ ഓരോരുത്തർ പോവുക. ഈ അബൂജഹലിന്റെ വയ്യാൽ എങ്ങനെ നടക്കുക? അപ്പൊ സൗഹൃദമാണ് കാരണം. ഇജെന്താ അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെന്ത് അല്ല, നിങ്ങളിപ്പോ ഓല് പറഞ്ഞ ജിന്നിനോട് ചോദിക്കലുണ്ടോ? ജിന്നിനോട് ചോദിക്കില്ല. പിന്നെ എന്തിനാ നിങ്ങൾ പോയത്? എല്ലാവരും പോയി, അപ്പൊ പിന്നെ അങ്ങനെ പോയി എന്നുള്ളൂ. അതെ, അല്ല നിങ്ങളിപ്പോ ഈ മാണിക്കക്കല്ല് പോലത്തെ ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ചിട്ട് വേണ്ടി ഇങ്ങനെ പോകാൻ അതൊന്നുമില്ലാന്ന് ഒക്കെ തല്ലിപ്പിളികളാണ് നിങ്ങളാ. ഒരു